ഇന്ന് ദുഃഖവെള്ളി. ദൈവം സ്വയം മരണമേറ്റുവാങ്ങിയ വെള്ളിയാഴ്ച. എല്ലാമുണ്ട്, പക്ഷെ ആരുമില്ലാതെ പോയല്ലോ എന്ന് ചിന്തിച്ചു പോയ വെള്ളി. കഴിയുമെങ്കിൽ കയ്പിന്റെ പാനപാത്രം മാറ്റണേ, എങ്കിലും നിന്റെ ഇഷ്ടം മാത്രം നിറവേറണമെന്ന് തകർന്ന ഹൃദയത്തോട് പറഞ്ഞ പുത്രന്റെ ദുഃഖവെള്ളി. ഒറ്റലിന്റെ വെള്ളി നാണയങ്ങൾക്ക് വിലയില്ലാതാക്കിയ ദുഃഖവെള്ളി. ഇവയ്ക്കെല്ലാം അപ്പുറത്ത് മൗനം വാചാലമാകുന്ന ദുഃഖവെള്ളി. പിതാവായ ദൈവത്തിന്റെ മൗനം, പരിശുദ്ധയായ അമ്മ മേരിയുടെ മൗനം, മഗ്ദലനാക്കാരി മറിയത്തിന്റെ മൗനം, ചാരത്ത് ചാരിക്കിടന്ന സഹചാരി യോഹന്നാന്റെ മൗനം. ആത്മീയത കുറെ കൂടി നിശബ്ദമാകാനുള്ള ക്ഷണമാണെന്ന് ഇവരുടെ മൗനം ഓർമ്മപ്പെടുത്തുന്നു. മൗനത്തെ മനനം ചെയ്യുവാൻ ദുഃഖവെള്ളി നമ്മെ ക്ഷണിക്കുന്നു. ഓർക്കുക, വെള്ളി എന്ന രണ്ടക്ഷരത്തിന്റെ കൂടെ ദുഃഖമെന്ന രണ്ടക്ഷരം ചേർത്ത് വെച്ചാൽ ദുഃഖവെള്ളി ദുഃഖവെള്ളിയാകുന്നില്ല. അതിനുമപ്പുറത്ത് ആ കുരിശിന്റെ പാതയിലൂടെ നാമും ചരിക്കേണ്ടിയിരിക്കുന്നു.